ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഋതു ഞെട്ടിപ്പോവാണ്. ഇന്ദ്രൻ തൻ്റെ ബെഡിലേക്ക് വന്ന് കിടക്കുമ്പോഴേക്കും ഇന്ദ്രൻ്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുക. ഋതു കാണുമ്പോ തന്നെ അയ്യേ, ഇവനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്തിനാ സേതുട്ടാ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ സേതു പറയണ്ട, മോളെ എല്ലാം ഞാൻ മോളോട് വിശദമായിട്ട് പറയാം, വേണ്ട സേതുവേട്ടൻ ഒന്നും പറയണ്ട, എന്തിന്റെ പേരിലാണെങ്കിലും ഇവനെ ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യം സേതുവേട്ടനില്ല എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ അവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. പല്ലവി പറയണ്ട, മോളെ ഇന്ന് അയാൾ ഇവിടെ കിടക്കട്ടെ, മോള് എന്റെ കൂടെ വന്ന് കിടക്ക്, എനിക്ക് വേണ്ട, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കറിയണം, നമ്മുടെ കുടുംബത്തിൽ ഇത്രമാത്രം ദ്രോഹം ചെയ്ത ഇയാളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്കറിയണം. സേതുവേട്ട, ഇയാൾ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് സേതുവേട്ടനോടാണ്, സേതുവേട്ടന്റെ അമ്മയുടെ ജീവിതം ഇയാൾ തകർത്തതാണ്, അതൊക്കെ സേതുവേട്ട മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. മോളെ ഞാനൊന്നും മറന്നിട്ടല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് മോളെ, നിനക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിച്ചത്, കുറച്ച് മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചത് നിനക്കറിയില്ല. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ശരിക്കും ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. വേണ്ട, ആർക്കാ നിർബന്ധം ഇയാൾ ജീവിക്കണമെന്ന്, ഇയാൾ മരിച്ചെങ്കിൽ അത്രയും സമാധാനം, കുഞ്ഞിനോട് പറഞ്ഞു വളർത്താലോ, നിന്റെ അച്ഛൻ ചത്തുപോയതാണ് എന്ന് പറയാലോ. മോളെ ഇപ്പൊ നീ അങ്ങനെ പറയല്ലേ, നീ പറയണത് മനസ്സിലാക്ക്, ഞങ്ങൾ ഇവനെ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ടാണ് വന്നത്. ഡോക്ടർ എന്താ പറയണെന്നറിയാവോ, ഇയാൾക്ക് തീർച്ചയായിട്ടും മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ അസുഖം അവന്റെ കുഴപ്പമല്ലല്ലോ. ഓഹോ, ഇപ്പൊ സേതുവേട്ടൻ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ. ഇപ്പൊ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പൊ തെറ്റ് ചെയ്തത് ഞാനാണെന്നാണോ സേതുവേട്ടൻ പറയാൻ വരുന്നത്. ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞിട്ട് ആ മോളെ സമാധാനിപ്പിക്കുക, വേണ്ട എനിക്കൊന്നും പറയണ്ട, ഇവൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ് നമ്മുടെ ഋതു കേട്ടോ. ഋതു പല്ലവി എടുത്ത് പറയുന്നുണ്ട്, സേതു പല്ലവി താനൊന്ന് പോയി അവളെ സമാധാനപ്പെടുത്ത്, തനിക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നില്ല സേതുട്ടാ അവള് സമാധാനപ്പെടുമെന്ന്. അറിയാലോ, അവൾ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ കിടക്കുന്ന ആളെയാണ്. സമയം എടുക്കുമായിരിക്കും ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ, കുഴപ്പമില്ല, താനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കേ. ശരി, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി നേരെ ഋതുവിന്റെ അടുത്തേക്ക് പോവാണ്. മോളെ ഋതു, എന്തിനാ പല്ലവി അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലേ, എനിക്ക് അയാളെ ഇഷ്ടമല്ല, നിങ്ങൾ എന്തിനാ അയാളെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അയാളുടെ കുഞ്ഞ് തന്നെ ഞാൻ ഭാരമായിട്ടാണ് കാണുന്നത്. ആ സമയത്ത് അയാളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് കുറിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കാട്ടോ ഋതു. പല്ലവി ഓരോന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്, നീ ഇപ്പൊ ഒന്ന് അടങ്ങ്, നിനക്കറിയില്ല അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ. ഈ അസുഖം, മാനസിക രോഗം എന്ന് പറയുന്നത് ആർക്ക് എപ്പോ വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് പോട്ടെ മോളെ, കഴിഞ്ഞതൊക്കെ പോട്ടെ, അവനൊന്ന് ചികിത്സിച്ച് നോക്കാം. അഥവാ അവൻ റെഡിയാവാണെങ്കിൽ നിനക്ക് തന്നെയാണ് അതിന്റെ ഗുണം, നിന്റെ കുഞ്ഞിനെയാണ് അതിന്റെ ഗുണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഋതു എന്തൊക്കെയോ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ പല്ലവി തിരിച്ച് നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഋതുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആരും ഇന്ദ്രനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പല്ലവിയും സേതു അവിടെ ഇല്ലട്ടോ, വേറെ ആരും ഇന്ദ്രനെ മൈൻഡ് ചെയ്യുന്നില്ല. അച്ചു ആണെങ്കിൽ ഇന്ദ്രനെ കാണുമ്പോൾ തന്നെ വേഗം റൂമിലേക്ക് എടുത്ത് ഓടുവാണ്. ഋതുവിന്റെ റൂമിലേക്ക് ഇന്ദ്രൻ പോകുമ്പോഴേക്കും ഋതുവും അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. പൂർണിമയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. പിന്നീട് ബേബി ചേച്ചിയാണ് വരുന്നത്. എഴുന്നേറ്റോ? അതെ, സേതു പല്ലവി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും തരണോന്ന്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അവര് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാ തരാതിരിക്കുന്നത്, ഞാനിവിടുത്തെ ഒരു വീട്ടുവേലക്കാരിയല്ലേ, അപ്പൊ തന്നല്ലേ പറ്റുമോ എന്ന് പറയാണ്. ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായി എന്ന് പറയാണ്. അത് നിന്നെ കണ്ടാലേ അറിയാം, നീ ആള് പകുതിയായി പോയല്ലോ. വാ, ദേ അവിടെ ഹോളിൽ ഒന്നും വന്നിരിക്കണ്ട, അടുക്കളയിൽ വന്ന് കഴിച്ചാൽ മതി, ഞാൻ എവിടെയെങ്കിലും കഴിച്ചോളാം, എനിക്ക് കുറച്ച് ഭക്ഷണം മതി എന്ന് ഇന്ദ്രൻ പറയാണ്. അങ്ങനെ ഇന്ദ്രനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ് ബേബി ചേച്ചി. ആർത്തിയോട് കൂടി തന്നെ എല്ലാം കഴിക്കാട്ടോ ഇന്ദ്രൻ. അപ്പോഴാണ് ഇന്ദ്രന് സമാധാനമാവണത്. ഇന്ദ്രൻ പറയണ്ടേ, ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് എന്തും കൊണ്ടും ഞാൻ ഒരിക്കലും തോൽക്കില്ല, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഭക്ഷണത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി ബേബി ചേച്ചി. അതെ, നീ എന്നെ ചേച്ചി ഒന്നും വിളിക്കണ്ട, നിന്റെ ചേച്ചിയാണോ ഞാൻ, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. അല്ല, സേതു ഇവിടുത്തെ എല്ലാവരും ചേച്ചി എന്നല്ലേ വിളിക്കണത്. അതെ, അവരങ്ങനെ എന്നെ ചേച്ചി വിളിക്കും, നീ എന്നെ അങ്ങനെ ഒന്നും വിളിക്കണ്ട. എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല, നീ ഇവിടെ ചെയ്ത് കൂട്ടതൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴേ നിന്നെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോകാനൊരു മടിയില്ല എന്നൊക്കെ പറയാണ്. ഇന്ദ്രൻ പറയണ്ടേ, എനിക്ക് മരിക്കാനും പേടിയൊന്നുമില്ല, ഞാൻ മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്, മരണത്തിന്റെ വക്കീന്ന്. പല്ലവിയും സേതുവാണ് എന്നെ രക്ഷപ്പെടുത്തത്. അവർക്ക് നല്ല മനുഷ്യപ്പറ്റ, അതുകൊണ്ടാ. പോയി എവിടെയെങ്കിലും പോയി നിൽക്കാൻ നോക്ക്, ഉച്ചക്ക് ഭക്ഷണമാ വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ നിലത്തേക്ക് പോയി നിൽക്കുമ്പോഴേക്കും അവിടെ ഋതു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. ഋതുവിന്റെ അടുത്തേക്ക് ഇന്ദ്രൻ വരുന്നുണ്ട്. പെട്ടെന്ന് ഋതു ഞെട്ടിപ്പോകാണ്. നിങ്ങൾ ഇതിന്റെ പുറകെ വന്ന് നിൽക്കണത്? ഋതു, ഞാൻ ഇപ്പോഴാണ് നിന്നെ ശരിക്കും ശ്രദ്ധിക്കണത്, വയറൊക്കെ വലുതായാലോ,
പിന്നെ കുഞ്ഞു വലുതാകുമ്പോ വയറ് വലുതാവില്ലേ? ഇപ്പോ നിനക്ക് എത്ര മാസമായി? കൊള്ളാം, ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് സ്വന്തം ഭാര്യയുടെ ഗർഭകാലത്തെ മാസം അറിയാൻ പറ്റാത്തത്. അല്ല, ഞാനിതുവരെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ എന്താ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴേക്കും ഋതു, ഇപ്പോ എത്ര മാസമായി? എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോഴല്ലേ കുഞ്ഞിന്റെ വയറൊക്കെ ഇത്ര വലുതാവുള്ളൂ എന്ന് പറയാണ്. ഞാൻ ഒന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ തൊട്ട് നോക്കുന്നുണ്ട്. ഋതുവിന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത് ബാക്കിയുള്ളവർ കാണുന്നിട്ടോ. ഋതു പറഞ്ഞിട്ട്, ശേ, നിങ്ങൾ എന്തിനാ എന്നെ തുടർന്ന് മാറി നിൽക്ക അവിടെ നിന്ന് പറഞ്ഞിട്ട് ഋതു ഇന്ദ്രന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാണ്. അപ്പൊ ഇന്ദ്രന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ പൂർണ്ണിമയും അതുപോലെ തന്നെ അച്ചു ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരൊന്നും പറയുന്നുമില്ല. അതിനുശേഷം സേതു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ദ്രൻ എഴുന്നേറ്റോ? ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് ഏറെക്കുറെയൊക്കെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും നിന്നോട് പിണക്കവും ദേഷ്യമൊക്കെ ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്, പല്ലവിക്കും അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് ശരിക്കും പറഞ്ഞാൽ നിനക്കല്ല കുഴപ്പം, നിന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അത് ട്രീറ്റ്മെന്റ് എടുത്താൽ മാറും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. ഇപ്പൊ എനിക്ക് ജീവിക്കാൻ ഒരു കൊതിയൊക്കെ ഉണ്ട്, നിങ്ങളെ പോലെയൊക്കെ നല്ലവനായിട്ട് ജീവിക്കണമെന്ന്. ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്ക് അറിയാം എന്ന് സേതു പറയുമ്പോൾ, ഒരിക്കലുമില്ല സേതു, അഭിനയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എനിക്കങ്ങനെ അഭിനയിച്ചിട്ട് നിൽക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ വല്ലാത്തൊരു കാണണമെന്നും അവളുടെ ആ കുഞ്ഞ് ജനിക്കണതൊക്കെ അറിയണമെന്നും വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ശരി, നിനക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നല്ല കാര്യം. അത് ഋതുവിന്റെ ഭാഗ്യമായിട്ടെ, ഋതുവിന് ജനിക്കാൻ പോണ കുഞ്ഞിന്റെ ഭാഗ്യമായിട്ടെ ഞാൻ കാണുള്ളൂ. എന്തായാലും നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? വരുന്നുണ്ടോ? ഞാൻ നടക്കാൻ വേണ്ടി പോകുവാണ്. അത് പിന്നെ ഞാൻ വാ, ശരീരത്തിനെ മനസ്സിനെയൊക്കെ നല്ലതാണ് വ്യായാമം ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് സേതു നടക്കാൻ വേണ്ടി പോകുക കേട്ടോ. അത് കാണുന്ന ഋതു പൂർണ്ണിമ എടുത്ത് പറയണ്ട, അമ്മേ ഈ സേതുവേട്ടന് എന്താ ഇത്? ആ കൊലയാളിനെ വീട്ടിൽ വെച്ച് താമസിപ്പിക്കുക, അയാളുടെ വീട്ടുകാർക്ക് പോലും അയാളെ വേണ്ട. ആ സമയത്ത് സേതുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. പൂർണ്ണിമ പറയുന്നുണ്ട്, സേതു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും മോളെ, നീ അത്രമാത്രം ചിന്തിച്ചാൽ മതി. എന്തായാലും സേതുവിനെ എതിർത്ത് ആരും ഒന്നും ചെയ്യണ്ട എന്ന് പറയണം. തിരിച്ചവർ വരുമ്പോഴേക്കും സേതു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇന്ദ്രനടുത്ത്. അതായത് നമ്മുടെ ഡോക്ടർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. അപ്പൊ സേതുക്ക് തന്നെ തോന്നി തുടങ്ങി ഇവൻ നന്നായി എന്നുള്ളത്. പക്ഷെ അതേസമയം നമ്മുടെ ഋതു ആണെങ്കിലോ കിട്ടിയ അവസരത്തിൽ മറ്റേ രാജമ്മേനെ കാണാൻ വേണ്ടി പോവാണ്, കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ ഋതുവിന്റെ ഓരോ നീക്കങ്ങളും നമ്മുടെ ഇന്ദ്രൻ ഇനി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇനി ഋതു എങ്ങാനും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ആ സ്ത്രീ, അതായത് ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഇവര് തട്ടിക്കൊണ്ടുപോണ സ്ത്രീ ആട്ടോ, പെണ്ണുങ്ങളെ. അത് ഗർഭിണിയായിട്ടുള്ള പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോയിട്ട് അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അവരെ വിറ്റിട്ട് ഇവരെ വെറുതെ വിട്ടുകളയുന്ന സ്ത്രീയാണ്. അങ്ങനത്തെ പെട്ട ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ അതിൽ പെടാൻ പോകുമ്പോഴേക്കും ഋതുവിനെ അവിടെ ആ ഒരു വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കണത് നമ്മുടെ ഇന്ദ്രൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ദ്രൻ ഈ ഋതു എവിടെയാ പോണെന്നും എന്താ ചെയ്യണ കറക്റ്റ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഇന്ദ്രൻ അവിടെ എത്തുകയും ആ സ്ത്രീനെ അടിച്ചു പുറത്താക്കിയിട്ട് ഋതു അകപ്പെട്ടിരിക്കുന്ന ആ ഒരു വലിയൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഋതുവിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോണ ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.